ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് വ്ലോഗ് നമ്പർ 17 ആണ്. തിങ്സ് യു മസ്റ്റ് നോ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു +1 ഓർ +2. +1 +2 ഏതോ ആട്ടെ, നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പേ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് ഒക്കെ. കമൻറ്റ് ബോക്സ് ഇടയ്ക്ക് ഓഫായി പോകുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് വന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫാമിലി ഇപ്പോൾ 900 ക്രോസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ 1K അടിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓരോ ദിവസവും ഓരോ വീഡിയോ ഇടാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്പിറേഷനൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ താങ്ക് യു, ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇട്ടത് 23-ാം തീയതിയാണ്, മാർച്ച് 2024 തന്നെ. അപ്പം ഈ 2 മാസം പോലും തികയുന്നതിന് മുമ്പ് തന്നെ ഈ 1K ആവാറാവുക, അതുപോലെ ഇത്രയും ലൈക്ക്, വ്യൂ, കമൻ്റ് ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ചെറിയ കാര്യമല്ല കേട്ടോ. എന്നെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അതുപോലെ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഒരുപാട് സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അലോട്ട്മെന്റ് ഒക്കെ വന്ന് പലരും അഡ്മിഷനൊക്കെ എടുത്തിട്ടിരിക്കുമായിരിക്കും. ഇപ്പം ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കല്ലേ സ്കൂൾ തുറക്കുന്നത്. +1 ഓൾറെഡി തുറന്നല്ലോ. അപ്പം +1കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം അഡ്മിഷനൊക്കെ എടുത്തിട്ടിരിക്കുമായിരിക്കും. ഓൾമോസ്റ്റ് പലർക്കും അവർ വിചാരിച്ച സ്കൂളൊക്കെ തന്നെ കിട്ടിക്കാണും. ട്രയലിലായാലും ഫസ്റ്റ് അലോട്ട്മെന്റിലായാലും കിട്ടാത്തവരുണ്ടായിരിക്കും. അതുപോലെ നമുക്ക് ഇഷ്ടമല്ലാത്ത സ്കൂൾ കിട്ടിയവരുണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ളവർ വിഷമിക്കണ്ട. നിങ്ങൾ ആ അറ്റ്മോസ്ഫിയറുമായിട്ട് സെറ്റ് ആവും കേട്ടോ. നമ്മൾ വിചാരിക്കുന്നോട്ടൊന്നും അല്ല. നമ്മൾ ഈ 10th കഴിഞ്ഞ് സിനിമയിലും ഒക്കെ കാണുന്ന ഒരു ലൈഫല്ല, സ്ട്രിക്റ്റ് തന്നെയാണ്. ഞാൻ എൻ്റെ സ്കൂളിനെ സംബന്ധിച്ചാണ് പറയുന്നത്. സാധാരണ നമ്മൾ കൊച്ചു പിള്ളേരെ നോക്കുന്നതുകൊണ്ട് തന്നെയാണ് നോക്കുന്നത്. കറക്റ്റ് നമ്മളെ മിണ്ടാതിരുത്തും, അതുപോലെ പഠിപ്പിക്കും. അങ്ങനെ ഒരു സൈക്കിളിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഞങ്ങൾക്ക് PT ഒന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് PT ഒക്കെ ഉണ്ടായിരുന്നു. 10th ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ഷെഡ്യൂളിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ജോളി ആയിരിക്കുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. ഞങ്ങൾക്ക് +1 ആകെ കിട്ടിയത് 2 മണിക്കൂറാണ് ഫ്രീ അവറായിട്ട് കിട്ടിയത്. ബാക്കി എല്ലാ പീരീഡും ഒരു ടീച്ചർ വന്നിട്ടില്ലെങ്കിൽ അടുത്ത ടീച്ചർ വരും. കാരണം പോർഷൻ തീർക്കണം, അതിനു മുമ്പേ റിവിഷൻ നടത്തണം. അങ്ങനെ അതുപോലെ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല മാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ 10 വരെ ഫോളോ ചെയ്ത് വന്ന ഒരു രീതി ആണെന്ന് വിചാരിക്കരുത്. ഈ നമ്മളെ അഴിച്ചു വിടുമെന്നൊന്നും വിചാരിക്കരുത്. ഇച്ചിരൂടെ സ്ട്രിക്റ്റ് ആണെങ്കിലേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, ഈ 10ാം ക്ലാസ്സിൽ കിട്ടിയ കുട്ടി A+ കിട്ടാൻ അത്ര സിമ്പിളല്ല. 10ൽ നമുക്ക് തലേന്ന് പഠിച്ചിട്ടാണെങ്കിലും A+ വാങ്ങിക്കാം. എൻ്റെ ഒരു അനുഭവം വെച്ച് തലേന്നായാലും അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പായാലും ഒരു മാസം മുമ്പായാലും ഫുൾ പോർഷൻസ് നമുക്ക് കവർ ചെയ്ത് തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എങ്ങനെയൊക്കെ വരും എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. പക്ഷേ +1 അങ്ങനെയല്ല. +2 ഇപ്പോൾ തുടങ്ങിയിട്ടും എനിക്കങ്ങനെയാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ +1 അങ്ങനെയല്ല. എല്ലാം പഠിക്കണം. മുഖം മൂല്യം പഠിച്ചാൽ മാത്രമേ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഈ വട്ടം മാത്സ് കൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്ക് പ്രവചിക്കാനൊക്കത്തില്ല. അതുപോലെ PYQൻ്റെ കാര്യമാണെങ്കിലും, മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ PYQ മാത്രം ചെയ്തിട്ട് പോയിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല. ടെക്സ്റ്റ് കറക്റ്റായിട്ട് എല്ലാത്തിനെയും വർക്കൗട്ട് ചെയ്യണം. പിന്നെ ഒരു പരീക്ഷയ്ക്ക് ഒരു 2 മാസം മുമ്പെങ്കിലും പോർഷൻ തീർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ലാസ്റ്റ് 2 മാസം നമുക്ക് റിവിഷനുള്ള ടൈം എങ്കിലും വേണം. എങ്കിലേ കറക്റ്റായിട്ട് ഫുൾ മാർക്കൊക്കെ എയിം ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ആയിരിക്കണം. എനിക്ക് +1 അങ്ങനെയൊന്നും ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ലാസ്റ്റ് ഒരു മാസം അല്ലെങ്കിൽ എനിക്കൊരു 1.5 മാസം കിട്ടിയിട്ടുണ്ടായിരുന്നു റിവൈസ് ചെയ്യാനൊക്കെ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്, നേരത്തെ പഠിച്ചു തുടങ്ങാൻ. എത്രയും നേരത്തെ പഠിക്കുന്നോ അത്രയും നല്ലത്. നമുക്ക് ഓവർലോഡ് കുറയും, അല്ലെങ്കിൽ സ്ട്രെസ് കുറയും. നമുക്ക് ഒരുപാട് ഒരു ദിവസം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാലും തലയിൽ നിൽക്കത്തില്ല. ഇപ്പം തുടക്കമായതുകൊണ്ട്, ഇപ്പോൾ +1 നിങ്ങൾ കയറുവാണെങ്കിൽ തുടക്കമാകുമ്പോൾ പതുക്കെ ആയിരിക്കും പോകുന്നത്. പിന്നെ അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ ഈ സമയം കുറവായതുകൊണ്ട് അടിച്ചു വിട്ട് സ്പീഡിലായിരിക്കും പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നേരത്തെ നിങ്ങൾ ഇതിനെപ്പറ്റി നേരത്തെ ഇച്ചിരി പഠിച്ചൊക്കെ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു റിവിഷൻ പോലെ തോന്നത്തുള്ളൂ. സ്കൂളിൽ ചെന്നിരുന്ന് ആ ടീച്ചർ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു റിവിഷൻ പോലെ തോന്നും. അതുകൊണ്ട് നേരത്തെ പഠിക്കുക. പിന്നെ അടുത്ത കാര്യം പറയുവാണെങ്കിൽ, ആദ്യം തൊട്ടേ ഒരു ചിട്ടയിൽ പോകണം. അതുപോലെ നമ്മൾ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ അതെല്ലാം കളക്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക.
അപ്പോൾ അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഈ ഗൈഡുകളൊന്നും വേണമെന്നല്ല ഞാൻ പറയുന്നത്, ഈ PYQs. ഇപ്പോൾ നമുക്ക് HSS ലൈവ് ഗുരു ഒക്കെ ഉണ്ട്, അതുപോലെ ഒരുപാട് സൈറ്റുകളൊക്കെ ഇല്ലേ. അപ്പോൾ അതിലൊക്കെ കയറിയിട്ട് പ്രീവിയസ് ഇയർ ആയാലും അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ. അപ്പോൾ അതൊക്കെ കയറി നിങ്ങളെ കൊണ്ട് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നൊന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അങ്ങനെ നോക്കിയാലും വലിയ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. ആദ്യം തൊട്ടേ പഠിക്കുന്നത് ഇങ്ങനെ ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ ലാസ്റ്റ് ആ റിവിഷൻ്റെ ടൈമിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതിയായിരിക്കും. പക്ഷേ ലാസ്റ്റത്തേക്ക് പിന്നെ എഴുതാം അല്ലെ പിന്നെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 10ൽ ചെയ്ത കൂട്ടേ തലേന്നോ അല്ലെ ഒരാഴ്ച കൊണ്ടോ ഒന്നും ഒരിക്കലും പ്രശ്നം പഠിച്ചു തരത്തില്ല. പിന്നെ ഓവർലോഡ് ആയിരിക്കും. നമ്മൾ തലേന്ന് എല്ലാം കൂടെ വാരി വലിച്ച് പഠിച്ചിട്ട് പരീക്ഷ ചെന്നിരിക്കുമ്പോൾ ഒന്നും ഓർക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ പഠിച്ചതിന് ഒക്കെ വല്ല പ്രയോജനം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പഠിച്ചു വെക്കുക. തലേന്ന് നമുക്ക് ജസ്റ്റ് വായിച്ചു വിടാൻ അല്ലെങ്കിൽ ശരിക്കും ഉറങ്ങാനൊക്കെ ഉള്ള സമയം എനിക്കങ്ങനെ തോന്നുന്നത്. നന്നിട്ട് ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക തലേന്ന്. പിന്നെ 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും +1 അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞത് വെച്ചും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും +1 അത്രയുണ്ട് പഠിക്കാൻ, ഇങ്ങനെയുണ്ട് പഠിക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് ഈ പഠിത്തം എന്നുള്ളത് മാത്രമാവരുത് ചിന്ത. നമുക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസ് വേണം, നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതുപോലെ നമുക്ക് സ്പോർട്സ്, അതെല്ലാം വേണം. കാരണം നമുക്ക് എന്റർടൈൻമെന്റ് കൂടെ വേണ്ടേ. പഠിത്തം മാത്രമായി കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പഠിത്തത്തിനോടൊപ്പം തന്നെ എന്റർടൈൻമെന്റ് ബാലൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോൺ എടുക്കുന്ന കാര്യമാണെങ്കിൽ ഫോണിന് ഒരു ടൈം വെക്കണം. അതായത് ഇപ്പോൾ രാത്രി വൈകിട്ട് വന്ന് നേരെ ഫോണിലോട്ടങ്ങ് കയറുമല്ല, ഫോൺ എടുക്കാൻ ഇന്ന ഒരു ടൈമെന്ന് വെക്കണം. അപ്പം അത് കിട്ടുന്നവരെങ്കിലും പഠിക്കാനിരിക്കും. അതുപോലെ നിങ്ങൾ ഈ ഫുട്ബോളൊക്കെ കളിക്കാൻ പോവുകയാണെങ്കിൽ, ബോയ്സിന്റെ കാര്യമാണ്, ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണെങ്കിൽ പൊക്കോ, വൈകിട്ടങ്ങ് പൊക്കോ. പക്ഷെ അതിനോട് ടൈം പഠിത്തത്തിന് ബാലൻസ് ചെയ്യാൻ കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ രണ്ടും വേണം. അങ്ങനെ പഠിത്തം മാത്രമായിട്ട് ഫോക്കസ് ചെയ്യണമെന്നല്ല പറയുന്നത്. എന്റർടൈൻമെന്റ് ഇല്ലാത്ത ജീവിതം ആർക്കെങ്കിലും ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഈ പുസ്തകപ്പുഴുവായിട്ട് ജീവിക്കുന്നതിന് തീരെ താല്പര്യമുള്ള കാര്യമല്ല. പഠിത്തം പ്ലസ് എന്റർടൈൻമെന്റ്, എന്നാലേ നമ്മുടെ ലൈഫ് ബാലൻസ്ഡ് ആയിട്ട് പോകത്തുള്ളൂ. ഇപ്പം കളിച്ച് മാത്രം നടക്കുകയാണെങ്കിൽ, അല്ലെ ഫോണിൽ മാത്രം കുത്തിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ പേരൻസും ടീച്ചേഴ്സും പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷെ നമ്മൾ രണ്ടും ചെയ്യുവാണെങ്കിൽ നമ്മൾ മൾട്ടി ടാസ്കിംഗ് ആണ്, നമുക്ക് കഴിവ് കൂടുതലാണ്. നമുക്ക് രണ്ടും ബാലൻസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങനെ സ്ട്രെസ്സും വരത്തില്ല. നമ്മൾ ഈ പഠിത്തം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് സ്ട്രെസ്സ് അല്ലെങ്കിൽ മടുപ്പ്. ഈ കുറച്ച് എപ്പോഴും പറയുന്ന കേൾക്കാം, ക്ലാസ്സിലെ പിള്ളേരായാലും എനിക്ക് തോന്നുന്നുണ്ട് ഈ ടെക്സ്റ്റ് അങ്ങോട്ട് തുറന്നു നോക്കുമ്പോൾ ഉറക്കം വരുന്നു. അത് പഠിത്തം മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ ഈ ഫോൺ എന്നുള്ളത് മാറ്റി വെച്ചിട്ട്, ഫോൺ മാത്രം ആവരുത് ഈ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നതിന്റെ സോഴ്സ്. ഇപ്പം നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, സൈക്കിൾ എടുത്തോണ്ട് എങ്ങോട്ടെങ്കിലും പോകാം. വീട്ടിൽ പറഞ്ഞിട്ട് പോകും, സമയത്ത് തിരിച്ചും വരിക. അപ്പം നിങ്ങൾക്കൊരു റിലാക്സേഷനാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അപ്പം നമ്മുടെ പഠിത്തത്തിന്റെ കൂടെ തന്നെ അത് ബാലൻസ് ചെയ്യണം. ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ല. അതുപോലെ തന്നെ ഈ പേരൻസ് അല്ലെ ടീച്ചേഴ്സൊക്കെ അവനെ കണ്ടുപിടിക്കുക, അവളെ കണ്ടുപിടിക്കുക, ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ല, എനിക്കും ഇഷ്ടമുള്ള കാര്യമില്ല. അപ്പം നമ്മൾ അത് പറയാനുള്ള ആ ഒരു വക ഉണ്ടാക്കരുത്, അല്ലെ ഇട ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാകുമ്പോഴല്ലേ അവർക്ക് പറയാനൊരു അവസരം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ആരും നമ്മളെ കമ്പയർ ചെയ്യാനും വരത്തില്ല. നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് എല്ലാം എൻജോയ് ചെയ്ത് അതേസമയം പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്പർ 5, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഉറക്കം. ഈ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും ശരിക്കും ഉറങ്ങിയില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊന്നും നമുക്ക് പരീക്ഷ പേപ്പറിൽ എഴുതാനും ഒക്കത്തില്ല. ഈ തലേന്ന്, ഇപ്പോൾ എക്സാമിന്റെ തലേന്നൊക്കെ കുത്തിയിരുന്ന് പഠിക്കുന്നവരെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഓരോരുത്തരുടെയും ബ്രെയിനിന് ഓരോ കപ്പാസിറ്റി ഉണ്ട്. ഒരാൾക്ക് ഇത്ര പഠിക്കാൻ ഒക്കത്തുള്ളൂ, അത്ര ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിൽ കൂടുതൽ കുത്തി നിറച്ചിട്ട് കാര്യമില്ല, അത് നമുക്ക് നിൽക്കത്തില്ല തലയിൽ. അപ്പം തലേന്ന് എല്ലാം കൂടെ ബൾക്കായിട്ട് അങ്ങ് ഒറ്റിരിപ്പിനെ കൊണ്ട് പഠിക്കുക, അന്ന് ഉറക്കമില്ലാതെ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് എക്സാം ഹാളിൽ ചെന്നിരുന്ന് ഉറക്കം തൂങ്ങും. അപ്പം നമ്മുടെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പം നമുക്ക് എഴുതാനൊക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെ വരുന്നതിന് പകരം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് 2 മാസം റിവിഷന്റെ സമയമാണ്. ആ ലാസ്റ്റ് തലേന്ന് നമുക്ക് ഇതുവരെയുള്ള ക്ഷീണം ഉറങ്ങി തീർക്കുക, അതേ ഉള്ളൂ. രാത്രി നല്ല 8 മണിക്കൂർ മിനിമം നല്ല സ്ലീപ്പ് വേണം. എന്നാലേ പിറ്റേന്ന് നമുക്ക് എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും എക്സാമിന് നന്നായിട്ട് എഴുതാനൊക്കത്തുള്ളൂ. അപ്പം അത് ശ്രദ്ധിക്കണം സ്ലീപ്പ് എന്ന് പറയുമ്പോൾ. ഈ തലേന്ന് പഠിക്കാൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതുവരെ ശരിക്കും പഠിക്കാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് 24-ാം തീയതി അല്ലേ ഈ +1കാർക്ക് തുടങ്ങത്തുള്ളൂ. +2കാർക്ക് ഇപ്പം അത്ര 7 ദിവസം പോലും ആയിട്ടില്ല ക്ലാസ് തുടങ്ങിയിട്ട്. ഇടയ്ക്ക് അവധിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ 7 ദിവസം എന്ന് പറയുന്നത്. ഇപ്പം 7 ദിവസം ആയിട്ടില്ല. അപ്പം ഒരുപാടൊന്നും എന്തായാലും പഠിപ്പിച്ചു തുടങ്ങി കാണത്തില്ല. നിങ്ങൾക്കാണെങ്കിലും ക്ലിയർ ചെയ്യാം. +1കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ സ്കൂളിൽ പഠിപ്പിക്കുമ്പം അത് ജസ്റ്റ് റിവിഷൻ പോലെ കേട്ടിരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അത് വർക്കൗട്ട് ചെയ്താൽ മതി. നമ്മൾ ജസ്റ്റ് മെമ്മറി റീകളക്ട് ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാതെ ആദ്യം തൊട്ട് പഠിക്കേണ്ട കാര്യമില്ല. അപ്പം അന്നെന്നുള്ളത് അന്നന്ന് പഠിക്കുക, അതേ ഉള്ളൂ. അപ്പം ഈ ഉറക്കത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ കാര്യമോ ഒന്നും വരത്തില്ല.
അപ്പം ഞാൻ ഈ പറഞ്ഞതെല്ലാം പഠിത്തമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, അല്ലെങ്കിൽ പോർഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. പ്ലസ് വണ്ണിലെയോ പ്ലസ് ടുവിലെയോ ബേസിക് ആയിട്ട് നിങ്ങൾ മാനേജ് ചെയ്യേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല ചിലപ്പോൾ. അപ്പോൾ അത് ഇനിയും തൊട്ടെങ്കിലും ചെയ്യുക, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.